ഷാജഹാൻ ഇതിനിടയിൽ ഈ ഫ്രെയിമിൽ പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയ ഒരു വിഷയമാണ് മുന്തിരിവള്ളികളാണോ നമ്മുടെ ഫ്രെയിമിൽ പശ്ചാത്തലമായി കാണുന്നത്? അതെ 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 ഇവിടെ മൊത്തം മുന്തിരിയാണ്. നമ്മുടെ മുന്തിരികൾ മറ്റേ ഊട്ടിയിൽ മാത്രമല്ല, നമ്മുടെ ഓഫീസിന് മുന്നിലും വലിയൊരു മുന്തിരി മരമുണ്ട്. അതിൻ്റെ അകത്ത് ധാരാളം മുന്തിരി പിടിക്കാറുണ്ട്. അതൊട്ട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇത് പറിച്ചുകൊണ്ടും പോകാറുണ്ട്. എന്തായാലും നമ്മുടെ ക്യാമറമാനായിരുന്ന ദീപക്കാണ് ഈ മുന്തിരി ചെടി ഇവിടെ നട്ടു വളർത്തിയത്. അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. കാവ്യ, ഷാജഹാന്റെ പരിശ്രമങ്ങളൊന്നും ഇതിന് പിന്നിലില്ലേ? രജീഷ് ചോദിക്കുന്നുണ്ട്, മുന്തിരിവള്ളിയും ഷാജഹാനും മികച്ച കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെ അതെ അതൊക്കെ കോമ്പിനേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ മുന്തിരിവള്ളികളിൽ എനിക്ക് പങ്കൊന്നുമില്ല. അത് പൂർണ്ണമായിട്ടും ദീപക്കിന് തന്നെയാണ് അതിൻ്റെ അകത്ത് പങ്ക്. കാര്യം അത് വളരെ കൃത്യമായിട്ട് നട്ട് നനച്ച് ഇതിൻ്റെ അകത്തൊക്കെ തന്നെ കൊലകളും ഒക്കെ തന്നെ മുന്തിരിയൊക്കെ പിടിച്ച് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇത്തരത്തിൽ മനോഹരമായ രീതിയിൽ മുന്തിരി കൊലകളൊക്കെ പിടിച്ച് ഇവിടെ കിടപ്പുണ്ട്. അത് ഇപ്പം കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് സാധാരണ നമ്മളത് കണ്ടുവരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് നനച്ച് നല്ല രീതിയിൽ അത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഇവിടെ വരുന്ന നമുക്ക് ഗസ്റ്റ് അതിഥികളായി എത്തുന്നവരൊക്കെ തന്നെ ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഇവിടെ കിളുക്കുന്നു എന്നൊക്കെ. പക്ഷേ അത് നല്ല രീതിയിൽ കിളുത്ത് സമീപത്തുള്ള കടകളിലേക്കുമൊക്കെ പോകുന്നുണ്ട്. അവരുമൊക്കെ അത് പറിക്കുന്നുണ്ട്. അങ്ങനെ ഈ പരിസരത്തുള്ളവർക്കെല്ലാം ഈ മുന്തിരി വള്ളിയും അതിൻ്റെ മുന്തിരി കൊലകളുമൊക്കെ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളുമാണ്. അവരത് പറിച്ച് ഉപയോഗിക്കാറുമുണ്ട്. കാവ്യ, എന്നോടിപ്പോൾ ഇത് ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞത് പത്തനംതിട്ടയിൽ നിന്ന് നമ്മുടെ സുജു ടി ബാബുവാണ്. സുജുവാണ് എനിക്കിപ്പോൾ മെസ്സേജ് ചെയ്തത് ഷാജഹാനോട് ഈ മുന്തിരി വള്ളികളെക്കുറിച്ച് ചോദിക്കണമെന്നത്. തീർച്ചയായും നമുക്കിതിൻ്റെ ഭംഗി ഒപ്പം തന്നെ ദീപകിൻ്റെ കഷ്ടപ്പാടൊക്കെ ഇനിയും പ്രേക്ഷകരിലേക്ക് കൂടുതലായി വരും ദിവസങ്ങളിൽ എത്തിക്കണം. കഴിയുമെങ്കിൽ നമുക്കൊരു സ്റ്റോറിയായി തന്നെ എത്തിക്കാൻ കഴിയുമല്ലേ ഷാജഹാൻ? തീർച്ചയായിട്ടും. കാര്യം മുന്തിരിവള്ളികളൊക്കെ തന്നെ നമുക്കറിയാം, കേരളത്തിൽ പൊതുവേ ഇത് അത്ര വേരോട്ടമുള്ളൊരു പ്രദേശമല്ല. പ്രത്യേകിച്ച് ആലപ്പുഴ ചുരിമണലാണ്. പക്ഷേ ഇത് ആലപ്പുഴയിലും മുന്തിരിവള്ളികൾ കിളിർക്കും, അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളുണ്ടാവും. നമുക്കറിയാം ആലപ്പുഴ ജില്ലയുടെ ഈ മാരാരിക്കുളം ഭാഗത്തൊക്കെ മുന്തിരിച്ചെടികളുണ്ട്. അങ്ങനെ ഊട്ടിയിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെ ഇപ്പോൾ അവിടെ വിളവെടുപ്പിൻ്റെ കാലമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ പൂക്കൃഷികൾ ധാരാളമുണ്ട്. അങ്ങനെ ഓണക്കാലമായതോടുകൂടി ഒരാഘോഷമായിട്ട് തന്നെ ആലപ്പുഴയിൽ എല്ലാ മേഖലയിലും പൂക്കളും അതോടൊപ്പം തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നെത്തിയിരുന്ന പച്ചക്കറികളുമൊക്കെ തന്നെ ഇപ്പോൾ വളരെ സുലഭമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണത്തിന് ആൾക്കാർക്ക് കൂടുതലായിട്ട് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാവ്യ.